കരസേന മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ചുമതലയേൽക്കും. ജനറൽ മനോജ് പാണ്ഡെ കാലാവധി പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ കരസേനാ മേധാവി ചാർജ് എടുക്കുന്നത്. ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുന്നു. ബൽറാം, വിശദാംശങ്ങൾ. എസ് കെ എൻ, ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവി സ്ഥാനത്തേക്ക് ഇന്ന് പുതിയ ആൾ എത്തുകയാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ന് കരസേനാ മേധാവിയായി ചുമതല ഏറ്റെടുക്കുന്നത്. ജനറൽ മനോജ് പാണ്ഡെ ഇന്ന് വിരമിക്കുകയാണ്. ഈ ഒഴിവിലേക്കാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ നിയമനം നടക്കുന്നത്. കരസേന ആസ്ഥാനത്ത്, അതായത് പ്രതിരോധ മന്ത്രാലയത്തിലാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ നടക്കുക. അവിടെ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ച ശേഷം പിന്നീട് ഓഫീസിൽ എത്തി ചുമതല ഔദ്യോഗികമായി കൈമാറും. അധികാരദണ്ഡ് കൈമാറുന്ന ഒരു ചടങ്ങാണ് നടക്കുക. ഈ വിരമിക്കുന്ന കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതായിരിക്കും ഈ ചടങ്ങ് എന്നുള്ളത്. ഏറെ നിർണായകമായ ഒരു സമയത്താണ് ഉപേന്ദ്ര ദ്വിവേദി ഈ ഇന്ത്യയുടെ കരസേനാ മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ സൈന്യത്തിൽ നടപ്പാക്കുകയാണ്. ഒപ്പം തന്നെ ഈ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും മറ്റുപകരണങ്ങളും സൈന്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരണം നടപ്പാക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം കരസേനാ മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. ഏതാണ്ട് 40 വർഷത്തോളം അനുഭവ പരിചയം അദ്ദേഹത്തിന് കരസേനയിൽ ഉണ്ട്. പ്രധാനമായും നിർണായകമായ ഇടങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ച പരിചയമുണ്ട്. കിഴക്കൻ ലഡാക്കിൽ ഈ സംഘർഷം തുടരുകയാണ്. ആ മേഖലയിൽ അവിടെ അദ്ദേഹം ഈ കരസേനയെ നയിച്ച ഒരു അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട്. ജമ്മു കശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും കരസേന ആസ്ഥാനത്തും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു സമയത്താണ് ഇന്ത്യക്ക് പുതിയ കരസേനാ മേധാവി എത്തുന്നത്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ചുമതല ഏറ്റെടുക്കും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. സരിക പറയുന്നു, ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞങ്ങൾ 24-ൻ്റെ സ്ഥിരം വ്യൂവേഴ്സാണ്. ഗുഡ് മോർണിംഗ് സരിക. ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ കഴിയാത്തത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മെസ്സേജ് അയക്കുന്നു. പക്ഷേ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. എല്ലാ പ്രേക്ഷകരെയും പൂർണ്ണമായി മൈൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നമ്മളൊരു ഒരു ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവുകയല്ലേ. അപ്പോൾ ഈ വാർത്തകളുടെ തള്ളിക്കയറ്റം കൂടുമ്പോൾ നമുക്ക് ചിലപ്പോൾ യൂട്യൂബിലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നമുക്ക് ഡയറക്റ്റായി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഒപ്പീനിയൻസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. വായിച്ചില്ല എന്ന് കരുതി ഈ അഭിപ്രായങ്ങളെ അവഗണിക്കുന്നു എന്ന അർത്ഥമില്ല. പ്രത്യേകിച്ച് നടപ്പാക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കാര്യം പ്രേക്ഷകരുടെ താല്പര്യമാണ് ഈ ചാനലിന് ഏറ്റവും വലുത്.